ഗവർണറുടെ അധികാരപരിധി ഉൾപ്പെടുത്തിയ പാഠപുസ്തകം പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ. 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം 2ാം ഭാഗത്തിലാണ് പാഠഭാഗം ഉൾപ്പെടുത്തിയത്. ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പാഠഭാഗത്തിലാണ് ഗവർണറുടെ അധികാര പരിധി വിശദീകരിക്കുന്നത്. ഗവർണർ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവൻ എന്ന് പാഠഭാഗത്തിൽ പറയുന്നു. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയിലെന്നും പാഠഭാഗം വിശദീകരിക്കുന്നുണ്ട്. വിജിൻ വയന്തോട് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ, കൃത്യമായി തന്നെ ഗവർണറുടെ അധികാര പരിധി അത് പുതിയ തലമുറകളെ കൂടെ പഠിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി സർക്കാരിനുണ്ട്. നാമമാത്ര തലവൻ എന്നൊരു ഹെഡറിലാണ് കൊടുത്തിരിക്കുന്നത് കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെ പറയുന്നു അതിൽ? ജിൽസി സൈഫുദ്ദീൻ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു ഇപ്പോൾ ഗവർണറെങ്കിൽ ഇന്നത്തെ ദിവസത്തെ പോരിന് ഇത് മാത്രം മതിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊന്ന് ഓർമ്മിച്ച് നോക്കിയാൽ പറയാൻ കഴിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആയതുകൊണ്ട് നേരിട്ടൊരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. നേരത്തെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഈ രാജ്ഭവനിലെത്തിയപ്പോൾ ഭാരതാംബ ചിത്രം വെക്കുകയും അതിനു മുമ്പൊക്കെ ഗവർണർ സർക്കാർ പോര് നടക്കുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്. വരും തലമുറയെ ഏതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉന്നതമായ ശ്രേണി ഏതാണ് എന്നൊക്കെ പഠിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. ഗവർണർ വെറും ഒരു നോമിനേറ്റഡ് ആൾ മാത്രമാണ് എന്നുള്ളത് ആ ഘട്ടത്തിൽ തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് പ്രകാരം 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിൽ 2ാം വോള്യത്തിൽ ഓണപരീക്ഷ കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ ഉള്ള 2ാം വോള്യത്തിൽ ഇത് പഠിപ്പിക്കും എന്നുള്ളതായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഗവർണറുടെ അധികാര പരിധി വിശദീകരിക്കുന്നത് ജനാധിപത്യ ഒരു ഇന്ത്യൻ അനുഭവം എന്ന പാഠഭാഗത്തിലാണ്. ഗവർണർ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവൻ മാത്രമാണെന്നാണ് പാഠഭാഗം പറയുന്നത്. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയിലാണെന്നും ഈ പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രമാണെന്നും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ്. ഗവർണർമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന അധികാരികളല്ല. ഗവർണർ എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഔദ്യോഗിക സ്ഥാനമല്ലെന്നും പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. സർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയമിക്കരുതെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഈ ഗവർണർമാരായി വരുന്നത്. നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം ഉൾപ്പെടെയുള്ളവരൊക്കെ ഗവർണറായി ഇരുന്ന കാലം നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ രാജ്യത്ത് എല്ലായിടത്തും രാഷ്ട്രീയക്കാരാണ്. ഇവിടുത്തെ BJP സംസ്ഥാന അധ്യക്ഷനായ കുമ്മനം രാജശേഖരൻ മിസോറാമിൽ ഗവർണറായ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യം പാഠപുസ്തകം പറയുന്നത് കേന്ദ്ര സർക്കാരുകൾ ഗവർണർമാർ മുഖേന സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശത്തിൽ ഇടപെടുന്നു എന്നുള്ള കാര്യം രാഷ്ട്രീയപരമായ സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ ആരോപണമാണ്. ആ ആരോപണം കൂടി ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലും വിഭവങ്ങളുടെ വിതരണത്തിലും രാഷ്ട്രീയം കലരുന്നു, അത് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി നടത്തുന്നു എന്നുള്ള കാര്യവും ഈ നിലവിൽ പാഠപുസ്തകത്തിൽ പറയുന്നത്. ഏകദേശം ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് കൂടി വേദിയാക്കപ്പെടുന്ന ഒരു പാഠഭാഗമായി മാറുകയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഗവർണറുടെ പ്രധാന അധികാരങ്ങളും ചുമതലകളും ആണ് പാഠപുസ്തകത്തിൽ മറ്റുള്ള കാര്യങ്ങൾ. അതായത് ഗവർണർ എന്തൊക്കെയാണ് അധികാരങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ പോര് തുറക്കാനുള്ള ഒരു വേദിയായി മാറുമോ പാഠപുസ്തകം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.